സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ സെന്റ് ഏലിയാസ് ദേവാലയത്തെ ലക്ഷ്യമിട്ട് ഞായറാഴ്ച നടന്ന ചാവേർ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതസംസ്കാരം നടത്തി. ജൂൺ 24 ഉച്ചയ്ക്ക് ഡമാസ്കസിലെ ഖസ ജില്ലയിലെ ഹോളി ക്രോസ് ദേവാലയത്തിലാണ് ഭൂരിഭാഗം ഇരകളുടെയും പ്രധാന മൃതസംസ്കാര ശുശ്രൂഷ നടന്നത്. ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രിയാർക്കീസ് ജോൺ എക്സ് യാസിഗിയുടെ അധ്യക്ഷതയിൽ മെൽക്കൈറ്റ് കത്തോലിക്ക പാത്രിയാർക്കീസ് യൂസഫ് അബ്സി, സിറിയൻ കത്തോലിക്ക പാത്രിയാർക്കീസ് ഇഗ്നേഷ്യസ് യൂസഫ് മൂന്നാമൻ, യുനാൻ എന്നിവരും നിരവധി ബിഷപ്പുമാർ, പുരോഹിതന്മാർ, വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള വലിയ ജനക്കൂട്ടവും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. മൃതസംസ്കാര പ്രാർത്ഥനകൾക്ക് മുൻപുള്ള തന്റെ പ്രസംഗത്തിൽ പാത്രിയാർക്കീസ് യാസിഗി ആക്രമണത്തെ ഹീനമായ കൂട്ടക്കൊല എന്ന് അപലപിച്ചു. ഇന്ന് നമ്മൾ ഉയർത്തുന്ന പ്രാർത്ഥന ഒരു സാധാരണ മൃതസംസ്കാര പ്രാർത്ഥനയല്ല, മറിച്ച് ഈസ്റ്ററിൽ നമ്മൾ സാധാരണയായി നടത്തുന്ന പ്രത്യേക ഉയർത്തെഴുന്നേൽപ്പ് പ്രാർത്ഥനയാണ്. കാരണം ഇന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസമാണ്, അദ്ദേഹം പറഞ്ഞു. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ക്രിസ്ത്യൻ സെമിത്തേരിയിൽ സംസ്കരിക്കുന്നതിന് മുൻപ് പ്രത്യേക പ്രാർത്ഥനയ്ക്കായി മൃതപേടകങ്ങൾ ബോംബാക്രമണം നടന്ന സെന്റ് ഏലിയാസ് പള്ളിയിലേക്ക് കൊണ്ടുപോയി. എന്നിരുന്നാലും വിശ്വാസത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ഈ പ്രകടനങ്ങൾക്കിടയിലും ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിക്കുന്നതിലോ പതാകകൾ താഴ്ത്തുന്നതിലോ ഔദ്യോഗിക അല്ലെങ്കിൽ മാധ്യമ പ്രസ്താവനകളിൽ ഇരകളെ രക്തസാക്ഷികൾ എന്ന് പരാമർശിക്കുന്നതിലോ സർക്കാർ പരാജയപ്പെട്ടതിൽ സിറിയൻ ക്രൈസ്തവർ നിരാശ പ്രകടിപ്പിച്ചു.